ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നട്ട് പരിപാലിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഒരു ബക്കറ്റിലാണ് നട്ടിട്ടില്ലേ, ബക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പം ബക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു പൈപ്പ് PVC ഒരു പൈപ്പില്ലേ, പൈപ്പ് മുകളിലോട്ട് ഇങ്ങനെ ബക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചിട്ടിട്ട് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് 4 കമ്പി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കമ്പിയുടെ മുകളിൽ നമ്മൾ ടയറില്ലേ, നമ്മളെ ബൈക്കിൻ്റെ എല്ലാം ടയറ് നമ്മൾ നന്നായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ 4 തൂണും അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നട്ട് കഴിഞ്ഞ് ഇതിപ്പം ഇതിന് പൂവിട്ടെല്ലാം തുടങ്ങി. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞാൽ പിടിച്ചു വരും. ഇപ്പം ഇതിന് 2 മുട്ടയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനിയും നമ്മൾ ഒരുപാട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് ഒരുപാട് വളമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് വളം മാത്രമേ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് വെണ്ണീറും കുറച്ച് ചാണകപ്പൊടി ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. വെണ്ണീറെന്ന് പറഞ്ഞാൽ ചാരം. അപ്പം ഇതെല്ലാം ഇട്ടിട്ടാണ് ഇതിപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ഇതിന്. അതിനൊക്കെ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്ന സ്ഥലത്തും ഇത് നടാൻ വേണ്ടിയിട്ട് പാടില്ലതല്ല. അപ്പം ഒരുപാട് വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ വേരെല്ലാം ചിലപ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ ഇപ്പം ഇത് പൂക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ തണ്ടാണ് നമ്മൾ നടുന്നത്. ഇതിൻ്റെ അത് കണ്ടല്ലേ, ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ അത് ഒടിച്ചിട്ട് അതാണ് മണ്ണിൽ നട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ കുറേ നാളായി വീഡിയോയിൽ ഇട്ടിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.